ഹായ്, ഞാൻ ആരതി. ഞാനൊരു BSc ഗ്രാജുവേറ്റഡാണ്. കറൻറ്റ്ലി ഇപ്പോൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുക. അതിൻ്റെയാണ് ഈ ഓരോ ദിവസം ഓരോ വീഡിയോസൊക്കെ ഇടുന്നത്. പ്രത്യേകിച്ച് കണ്ടൻറ്റോ അല്ലെങ്കിൽ എഡിറ്റിങ്ങോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാലും എനിക്കറിയത്തില്ല. കാരണം എൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഈ ക്യാമറ കാണുമ്പോഴത്തേക്കും അയ്യോ എൻ്റെ ഫോട്ടോ എടുക്കല്ലേ, അയ്യോ വീഡിയോ എടുക്കല്ലേ, അങ്ങനത്തെ ടൈപ്പ് ആൾക്കാരാണ് എൻ്റെ വീട്ടിലുള്ളത്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ക്യാമറയും പിടിച്ച് ഇറങ്ങുമ്പോഴത്തേക്കും റീൽസ് ഓളി വന്ന് അല്ലെങ്കിൽ അങ്ങനെ കുറേ കമൻസൊക്കെ നമുക്ക് കേൾക്കാറുണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് ഷൈ ആണ്. എന്താണ് ആൾക്കാർ പറയുക, ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് മോശമാണോ അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ഒരു ഇതെനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നമുക്ക് പുതിയ ഇൻസ്റ്റഗ്രാമിൽ തുടങ്ങാം. ഞാനാണെങ്കിൽ ഇൻസ്റ്റയിൽ ഒരു പുതിയൊരു അക്കൗണ്ട് എടുത്തിട്ട് 2-3 റീൽസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത്. അത്യാവശ്യം വ്യൂവേഴ്സ് കിട്ടുന്നുണ്ട്, പക്ഷേ ലൈക്ക് കിട്ടുന്നില്ല. അപ്പോൾ വ്യൂവേഴ്സ് കിട്ടുമ്പോൾ എനിക്ക് മനസ്സിലായി ആൾക്കാർ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു പിന്നെ ഒരു വീഡിയോസ് ഇങ്ങനെ ഇടാൻ വേണ്ടി ഒരു ത്വര വരും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ട്രോളുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമുക്ക് കമൻസ് വരുന്നുണ്ട്. ഇവർക്ക് ഇതേ ഉള്ളൂ പണി, അങ്ങനെ കുറേ നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട്. പോസിറ്റീവായിട്ടും കൊള്ളാമെന്നൊക്കെ പറഞ്ഞു അതും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആൾക്കാർ കാണുമ്പോഴും അല്ലെങ്കിൽ കമൻറ്റൊക്കെ കിട്ടുമ്പോഴത്തേക്കും അതൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അത് മനസ്സിലായി ആൾക്കാർ ഇത്രയും കാണുന്നില്ലേ, അപ്പം എനിക്ക് ഇച്ചിരി റീച്ച് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു രസമുണ്ട്, കൊള്ളാം. ഈ പരിപാടി എനിക്ക് ഇച്ചിരി ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കണ്ടൻറ്റ് എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നാൽ ഇത് പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ പറയാം, ഞങ്ങൾക്ക് കറൻറ്റ്ലി BSc ഗ്രാജുവേറ്റഡാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും ചോദ്യം, മോക്കെന്താ ജോലിയായില്ലേ, നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞില്ലേ, നാട്ടിൽ നോക്കാനാണോ, അതോ ഗൾഫിലായിരിക്കും നോക്കുന്നല്ലേ, ഇനിയിപ്പം സെറ്റിലാവാനൊക്കെ എളുപ്പം ഗൾഫായിരിക്കുമല്ലോ, നിങ്ങൾക്കൊക്കെ എത്ര ഹോസ്പിറ്റലൊക്കെ കിട്ടുമായിരിക്കും, കുറേ കിട്ടത്തില്ലേ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കേട്ടു. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ 4 വർഷം നേഴ്സിംഗ് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ ഇങ്ങനെ വിളിക്കുകയാണോ, വാ നിങ്ങൾക്ക് ജോലി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് വന്ന് കയറ്, അങ്ങനൊന്നും അല്ലല്ലോ. നമ്മൾ ഇൻ്റർവ്യൂവിന് പോകണം, അത് പാസ്സാണ്, അത് കഴിഞ്ഞ് അവർ നമ്മളെ സെലക്ട് ചെയ്യണം, അതൊക്കെ കഴിഞ്ഞാലേ നമുക്ക് ജോലി കിടത്തുള്ളൂ. പക്ഷേ നാട്ടുകാരുടെ വിചാരം നേഴ്സിംഗാണ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി സെറ്റ്, അങ്ങനെ വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ വീട്ടുകാർക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം, പക്ഷേ നാട്ടുകാർക്ക് അങ്ങനെ അവരൊരുമാതിരി വീട്ടുകാരെ കൂടെ അങ്ങ് ടെൻഷനാക്കുക. എനിക്ക് അവരോട് പറയാനുള്ളത്, ജോലി നമുക്ക് നമ്മൾ എഫേർട്ട് ഇട്ട് നോക്കിയാലേ ജോലി കിട്ടത്തുള്ളൂ, അല്ലാതെ ജോലി നമുക്കിങ്ങനെ എടുത്ത് വെച്ചേക്കുമല്ല. ജോലി കിട്ടുമ്പം ഞാൻ ജോലിക്ക് പോകും. ഇപ്പം ഞാൻ ജോലിക്ക് പോകാത്തതിൻ്റെ വശം വേറെ ആർക്കും വേണ്ട, എൻ്റെ വീട്ടുകാർക്കില്ല, അതുകൊണ്ട് നാട്ടുകാർക്കും വേണ്ട. പിന്നെ ഇപ്പോൾ കണ്ടുവരുന്നൊരു കാര്യം, ഇപ്പോൾ എല്ലാ വീട്ടുകാരും ഇപ്പം പിള്ളേരോടൊക്കെ പറയുന്നത് നേഴ്സിങ്ങിന് പോയാൽ ജോലി ഉറപ്പാണ്, ലൈഫ് സെറ്റിൽഡാ, അങ്ങനെ കുറേ കേൾക്കും. ഞാനും അങ്ങനെ പോയ ഒരാളാണ്. ഞാൻ നേഴ്സിങ്ങിന് കുറ്റം പറയുന്നതല്ല, പക്ഷേ കാണുന്ന പോലെയല്ല, അകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും ടഫാണ്. ഫസ്റ്റ് ഇയർ കാണുന്ന പോലെയല്ല സെക്കൻഡ് ഇയർ തേർഡ് ഇയറൊക്കെ. ഞാൻ അത്യാവശ്യം സപ്ലിയൊക്കെ മേടിച്ചാണ് ഈ 4th ഇയർ വരെ ഞാൻ എത്തി. എന്തോ ഭയത്തിൽ ഞാൻ 4th ഇയറും ജയിച്ചു പോയി. അപ്പം ടഫൊന്നുമില്ല, നല്ല ടഫാണ്. പിന്നെ എനിക്ക് പറയണമെന്ന് തോന്നിയ കാര്യം ബാംഗ്ലൂർ, ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്നൊരു കാര്യം, ബാംഗ്ലൂരിൽ പോകണ്ട, ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞാൽ നല്ലതല്ല, നാട്ടിൽ പഠിച്ചാൽ മതി, അങ്ങനൊരു ടോക്ക് അത് ഞാനും കേട്ടാറ്. വെറുതെ അങ്ങനൊന്നുമില്ല. നമ്മൾ ബാംഗ്ലൂർ പോയാലും ഇവിടെ പഠിച്ചാലും എല്ലാം കണക്ക് തന്നെ, പ്രത്യേകിച്ച് ഇതൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ബാംഗ്ലൂരിൽ കുറച്ച് സ്ഥലം കാണാം. പിന്നെ അവിടെ പോയി ഹോസ്റ്റലൊക്കെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ആദ്യമൊക്കെ ഫുഡൊന്നും പിടിക്കാതെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആകാം. പിന്നെ കുറേ പുതിയ ഫ്രണ്ട്സിനെ കിട്ടും. പിന്നെ പുതിയ കുറേ ഫുഡ് കഴിക്കാൻ പറ്റും. ചിലർക്ക് പിടിക്കും, പിടിക്കാതെയും വരാം, അങ്ങനെ കുറേ ഇഷ്യൂസുണ്ട്. പിന്നെ ഇത്രയൊക്കെ എനിക്കങ്ങനെ മെയിനായിട്ട് പറയണമെന്ന് വിചാരിച്ച്. പിന്നെ എനിക്കറിയാം ഈ വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വരാം, ക്ഷമിക്കുക. ഞാൻ അടുത്ത പ്രാവശ്യം കൊണ്ട് പിന്നെയും സെറ്റാക്കി എടുക്കാം. പിന്നെ ഓരോ ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്കിങ്ങനെ നമുക്കിങ്ങനെ പറയണം എന്നും, പക്ഷേ എങ്ങനെ തുടങ്ങും, എങ്ങനെ അത് അവസാനിപ്പിക്കും അതൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെ ഞാൻ ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കൊണ്ട് ഞാനിങ്ങനെ വരാം. പിന്നെ ഇന്ന് ഇത്രേ ഉള്ളൂ. അപ്പം നാളെ ബാക്കി. ടാറ്റാ.